ഹലോ PSC ആസ്പിറൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൺസിസ്റ്റൻസി ചലഞ്ചുമായിട്ടാണ്. അതായത് നമ്മുടെ പഠനത്തിൽ എപ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ദിവസവും കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കണം എന്ന ആഗ്രഹത്തോടെ എഴുന്നേറ്റ് വരും. പക്ഷേ നമുക്കത് പൂർത്തിയാക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ പഠനത്തിൽ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ്. ഒന്നോ രണ്ടോ ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത് അതുപോലെയൊക്കെ സെറ്റാക്കി പ്രൊഡക്റ്റീവായിട്ട് പഠിക്കും. പക്ഷേ ഒരു നാലാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമ്മളൊരു ബ്രേക്ക് എടുക്കണമെന്ന് തോന്നും. നമുക്ക് ചിലപ്പോൾ വല്ല ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും കൊണ്ടാവാം. പക്ഷേ നമ്മൾ കുറച്ച് ഭാഗമെങ്കിലും നമ്മൾ എന്നും പഠിക്കാൻ ശ്രദ്ധിക്കണം. അതായത് ഒന്നും പഠിക്കാൻ തീരെ വയ്യാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നിന്ന് ഏതെങ്കിലും സ്റ്റഡി വ്ളോഗെങ്കിലും കാണാനും അതിൻ്റെ നോട്ടൊക്കെ ശ്രദ്ധിച്ച് പഠിക്കാനും നമ്മൾ ശ്രമിക്കണം. എന്നും രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം. അതുപോലെ തന്നെ കിച്ചണിൽ നമ്മൾ വീട്ടമ്മമാരാകുമ്പോൾ കിച്ചണിൽ ഒരുപാട് പണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തീർത്തിട്ട് നമ്മൾ ആ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ സ്റ്റഡി വ്ളോഗ്സൊക്കെ കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എൻട്രി പോലുള്ള ആപ്സിൻ്റെ ക്ലാസ് ഒക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കിട്ടുന്ന സമയം മാക്സിമം ഉപയോഗപ്പെടുത്തി പഠിക്കാൻ ശ്രമിക്കുക. രാവിലെ മുതൽ ഒരു 3:30, രാവിലെ ഒരു 10 മണി മുതൽ ഒരു 3:30 വരെ ഞാൻ കമ്പൈൻ സ്റ്റഡിക്ക് ഇരിക്കാറുണ്ട്. അപ്പോൾ അതും എനിക്കൊരു പ്രൊഡക്റ്റീവ് സ്റ്റഡി മെത്തേഡായിട്ട് തോന്നാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, നൈറ്റ് നമുക്ക് അറിയാത്ത സബ്ജക്റ്റുകൾ, അതായത് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് പോലുള്ള നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഭാഗങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റ് നമുക്കൊരു 7:30-8 മണി മുതൽ ഒരു 10:30 വരേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നൈറ്റിൽ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നൈറ്റിൽ നമുക്ക് അറിയാത്ത ടോപ്പിക്കുകൾ സ്വന്തമായിട്ട് സെൽഫ് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് അതിൽ ഫോക്കസ് കിട്ടാനും കൂടുതൽ മനസ്സിലേക്ക് ആഴത്തിൽ അത് പതിയാനും ഒക്കെ നമ്മുടെ സെൽഫ് സ്റ്റഡി കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിരിക്കും. അപ്പോൾ PYQ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കൂടുതൽ രാത്രിയിൽ ഇരുന്ന് പഠിക്കാവുന്നതാണ്. അതുപോലെ രാവിലെ 4 മണിക്ക് നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ട് റിവൈസ് ചെയ്യാനും സ്റ്റഡിയിൽ നമ്മൾ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ASMൻ്റെ എക്സാമിന് ഇനിയും ദിവസങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോഴേ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കുക. അപ്പോൾ ബൈ ബൈ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ.